എന്നാൽ നിങ്ങൾ അറിയാതെ പോയാൽ എന്നാൽ എൻട്രൻസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2 സ്ട്രക്ചറൽ ഐസോമറിസം കൂടെ ഉണ്ട്. അത് രണ്ടും ശരിക്കും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നത് തന്നെ. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ആ 2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നേക്കണേ. 5ാമത്തെ ഐസോമറിസം എന്ന് പറയുന്നത് റിംഗ് ചെയിൻ ഐസോമറിസം. റിംഗ് ചെയിൻ ഐസോമറിസം ശരിക്കും പറഞ്ഞാൽ ഈ റിംഗ് ചെയിൻ ഐസോമറിസം ഈസ് എ കാറ്റഗറി ഓഫ് ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസത്തിൻ്റെ തന്നെ ഒരു വേറൊരു വേർഷനാണ് റിംഗ് ചെയിൻ ഐസോമറിസം. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 6ാമത്തതാണ് ടോട്ടോമെറിസം. ടോട്ടോമെറിസം ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന ഏരിയാസാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 2 ഐസോമറിസം കൂടെ നിങ്ങൾ ഫെമിലർ ആയിരിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം സ്ട്രക്ചറൽ ഐസോമറിസം എല്ലാം ഞാനൊന്ന് പെട്ടെന്ന് പറയാം. അതിന് ശേഷം നമുക്ക് റിംഗ് ചെയിനും ടോട്ടോമറിസം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.